ഹലോ, ഇത് 2025 ഒരു സ്റ്റാഫ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ മഹാപാപമായി പോവും. അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങളൊരു 6-6:30 ആയപ്പോഴത്തേനും ഹാർബറിൽ എല്ലാവരും എത്തി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ പകുതി സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ, പകുതി പേർക്ക് വരാൻ പറ്റില്ല. സോ 2 ഡിങ്കിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോയത്. ഈ വണ്ടിക്ക് പറയുന്ന പേരാണ് ഡിങ്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ കാണുന്നതാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഐലൻഡ് കേട്ടോ. ഇഫ്രു എന്നാണ് പറയുക. നമുക്ക് മാലേക്ക് അത്യാവശ്യത്തിന് ഫ്ലൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ബോട്ട് എടുത്ത് വരാൻ പതിവ് കേട്ടോ. അപ്പം ഈ ഐലൻഡ് തൊട്ടടുത്താണ് ഞങ്ങൾ ഈ പിക്നിക്കിന് പോകുന്ന ഐലൻഡ്. അവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് ഐലൻഡിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ നമുക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കടയോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, വീടുകൾ പോലും ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ കുറേ പേര് സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നു, കുറേ പേര് ക്ലീൻ ചെയ്യണു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഹെൽത്തി ആൻഡ് യമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഈ ഐലൻഡ് എന്ന് പറയുന്നത് ഉങ്കുളു എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. അയ്യോ, ഞാൻ കറക്റ്റായിട്ടാണോ പറഞ്ഞത്? ഓർമ്മയില്ല. അപ്പം ഈ ഐലൻഡിൽ ഞങ്ങളുടെ കുറേ സ്റ്റാഫ് അവരുടെ കുട്ടിക്കാലം അവർ കുഞ്ഞായിരുന്നപ്പോൾ ജീവിച്ച ഐലൻഡാണ്. സോ അവരുടെ കുറേ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐലൻഡ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഫുള്ള് കളിക്കാനായിട്ട് തുടങ്ങി. ലൈക്ക് ബീച്ച് വോളിബോൾ, കുറേ പേര് കാർഡ്സ് കളിക്കുന്നുണ്ടായിരുന്നു, കുറേ പേര് അല്ലാണ്ട് കുറേ ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് വി വർ ട്രൈങ് ടു റിലാക്സ്. ആൻഡ് പിന്നെ ഈ പാട്ട് കച്ചേരി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറേ പേര് സ്വിമ്മിങ് ആൻഡ് സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഒരു സാറ് ഒക്ടോപ്പസ് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് 5-6 ഒക്ടോപ്പസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അന്ന് തന്നെ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് ഒക്ടോപ്പസ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് അപ്പോൾ ലോക്കൽസിന് അതിന് മുൻകൈ എടുത്തിട്ട് അവർ ഒക്ടോപ്പസ് കറി ഉണ്ടാക്കി. സോ നല്ലൊരു യമ്മി ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇവിടുത്തെ ലോക്കൽസിന് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ത്യൻ ഫിഷ് ഫ്രൈ ഒരു എക്സ്പാട്രിയേറ്റ് സാർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫുള്ള് കടലിലായിരുന്നു. അപ്പോഴത്തേന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുള്ളും സ്വിമ്മിങ്, പിന്നെ അവിടെ കിടന്ന് നമ്മൾ ഗെയിംസൊക്കെ കളിക്കും. സോ അതൊക്കെ കളിച്ച് ഒരു 2:33 ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഐലൻഡിലേക്ക് യാത്ര ചെയ്തു.